നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. വനിതകൾ മാത്രം ഉൾപ്പെടുന്ന സംഘവുമായി നടത്തിയ ബഹിരാകാശ ദൗത്യം ചരിത്ര വിജയമായി മാറി. ഗായിക കാറ്റി പെറി ഉൾപ്പെടെയുള്ള 6 വനിതകളുമായിട്ടാണ് ബ്ലൂ ഒറിജിന്റെ NS-31 ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലായുള്ള കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. 10 മിനിറ്റോളമാണ് ദൗത്യം നീണ്ടുനിന്നത്. ഒന്നിലധികം അംഗങ്ങൾ പങ്കെടുക്കുകയും അവരെല്ലാം വനിതകളായിരിക്കുകയും ചെയ്യുക എന്ന സവിശേഷതയിലായിരിക്കും ബ്ലൂ ഒറിജിൻ 31 ഇനി അറിയപ്പെടുക. അമേരിക്കൻ മാധ്യമപ്രവർത്തക ഗെയിൽ കിങ്, നാസയിലെ മുൻ ശാസ്ത്രജ്ഞ ഐഷ ബോ, ബഹിരാകാശ പ്രവർത്തക അമാൻഡ ന്യൂയൻ, ചലച്ചിത്ര നിർമ്മാതാവ് കരിൻ ഫ്ലിൻ, മാധ്യമപ്രവർത്തക ലോറൻസ് സാഞ്ചസ് എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയായ ബ്ലൂ ഒറിജിനാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ടെക്സാസിലെ ബ്ലൂ ഒറിജിന്റെ കേന്ദ്രത്തിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 7:30യോടെയായിരുന്നു പേടകം വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള സബ് ഓർബിറ്റൽ ഭ്രമണപഥത്തിലാണ് സംഘം ചെലവഴിച്ചത്. തന്റെ യാത്ര മറ്റുള്ളവർക്കും തന്റെ മകൾക്കും പ്രചോദനമാകട്ടെ എന്ന് കാറ്റി പെറി പ്രതികരിച്ചു. പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല തന്റെ ബഹിരാകാശ യാത്രയെന്ന് ലോറൻസ് സാഞ്ചസ് പറഞ്ഞു.